അതിവേഗ വാർത്തയിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കർമാരുടെ സമരം തുടരും. നിരാഹാര സമരം 9ാം ദിവസമാകുമ്പോൾ അനുനയ നീക്കത്തിനായി സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുമെന്നാണ് ആശാ വർക്കർമാരുടെ പ്രതീക്ഷ. എന്നാൽ ആശമാർക്ക് ആനുകൂല്യം നൽകേണ്ട ഉത്തരവാദിത്തം കേന്ദ്രത്തിന്റേതെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ പോലീസ് ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും. 6 ജൂനിയർ വിദ്യാർത്ഥികളെ അതിക്രൂരമായി റാഗിംഗിന് ഇരയാക്കിയ സംഭവത്തിൽ 5 പ്രതികളാണുള്ളത്. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പ്രമേയം പാസാക്കി തമിഴ്നാട്. ബിൽ ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണെന്നും പൂർണ്ണമായും പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള പ്രമേയമാണ് പാസാക്കിയത്. ബിൽ മതസ്വാതന്ത്ര്യത്തിന് എതിരും മുസ്ലിം വികാരം വ്രണപ്പെടുത്തുന്നതാണെന്നും വഖഫ് ബോർഡിന്റെ അധികാരത്തിന് നേരെയുള്ള ഭീഷണിയാണെന്നും പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞു. പ്രതിപക്ഷമായ AIA, DMK ഉൾപ്പെടെ പ്രമേയത്തെ പിന്തുണച്ചപ്പോൾ BJP എതിർത്തു. ജമ്മു കശ്മീരിലെ കത്വയിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ 3 പോലീസുകാർക്ക് വീരമൃത്യു. ഏറ്റുമുട്ടലിനെ തുടർന്ന് 3 പോലീസുകാർക്ക് പരിക്കേറ്റിരുന്നു. ഇതിൽ 3 പേരാണ് വീരമൃത്യു വരിച്ചത്. ജഡ്ജിമാരുടെ നിയമനത്തിൽ രാഷ്ട്രീയക്കാരുടെ അധികാരം വിപുലീകരിക്കുന്ന നിയമം പാസാക്കി ഇസ്രയേൽ പാർലമെന്റ്. വർഷങ്ങളായി നടന്ന പ്രതിഷേധത്തെ വെല്ലുവിളിച്ചാണ് നിയമം പാസാക്കിയത്. പാർലമെന്റ് പാസാക്കിയ നിയമത്തിനെതിരെ പ്രതിഷേധമുയർന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ചാണ് പുടിൻ ഇന്ത്യയിലെത്തുന്നത്. പുടിന്റെ ഇന്ത്യ സന്ദർശനത്തെ പറ്റി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവാണ് അറിയിച്ചത്. എന്നാൽ എന്നാണ് ഇന്ത്യ സന്ദർശനമെന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. പെരുന്നാളിനോടനുബന്ധിച്ച് മസ്കറ്റ് കേരള സെക്ടറിൽ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുമായി വിമാന കമ്പനികൾ. പെരുന്നാളിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ വരെ 50 റിയാലിൽ താഴെ മാത്രമാണ് ടിക്കറ്റ് നിരക്ക്. മസ്കറ്റിൽ നിന്ന് കോഴിക്കോട്ടേക്കാണ് നിരക്ക് കുറവുള്ളത്. നിരക്ക് കൂടുതൽ തിരുവനന്തപുരത്തേക്കുമാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ രാജ്യത്ത് ചത്തത് 669 ഏഷ്യൻ സിംഹങ്ങളെന്ന് റിപ്പോർട്ട്. വാർദ്ധക്യം, രോഗം, പരസ്പരാക്രമണത്തിലുണ്ടായ പരിക്കുകൾ, വൈദ്യുതാഘാതം തുടങ്ങിയവ മൂലമാണ് സിംഹങ്ങൾ ചത്തതെന്നാണ് ഗുജറാത്ത് സർക്കാരിന്റെ റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് കഞ്ചാവ് മൊത്ത വിൽപ്പനക്കാർ അറസ്റ്റിൽ. പൂജപ്പുര സ്വദേശി അരുൺ ബാബു, മലയൻകീഴ് സ്വദേശി പാർത്ഥിബൻ എന്നിവരാണ് മ്യൂസിയം പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം ശാസ്തമംഗലത്ത് നിന്നും 6 കിലോ കഞ്ചാവുമായി 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെയും അടിസ്ഥാനത്തിലാണ് പാർത്ഥിബനിലേക്കും അരുണിലേക്കും അന്വേഷണ സംഘം എത്തിയത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് മയക്കുമരുന്നുകൾ എത്തിക്കുന്നതിൽ പ്രധാനികളാണ് ഇവരെന്ന് പോലീസ് അറിയിച്ചു. തൃശൂർ ചാലക്കുടിയിൽ കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നവുമായ 2 പേർ അറസ്റ്റിൽ. ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ തിരച്ചിലിലാണ് വെട്ടുകടവ് സ്വദേശി ബഷീർ, പനമ്പിള്ളി സ്വദേശി ജോയൽ എന്നിവരെ ചാലക്കുടി പോലീസ് പിടിയിലായത്. കാസർഗോഡ് ഹാഷിഷ് ഓയിലും കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. തളങ്കര സ്വദേശി B അഷ്കർ അലിയാണ് അറസ്റ്റിലായത്. ഇയാളുടെ ബാഗിൽ നിന്നും 212 ഗ്രാം ഹാഷിഷ് ഓയിലും 122 ഗ്രാം കഞ്ചാവും കാസർഗോഡ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ J ജോസഫിന്റെ നേതൃത്വത്തിൽ പിടികൂടി. കാസർഗോഡ് ട്രേഡിംഗ് കമ്പനിയിൽ ഷെയർ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പൈസ തട്ടിയതായി പരാതി. മങ്ങാട് സ്വദേശി രാജഗോപാലാണ് തട്ടിപ്പിന് ഇരയായത്. ട്രേഡിംഗ് കമ്പനിയുടെ പ്രതിനിധി എന്ന നിലയിൽ ഫോൺ വിളിക്കുകയും തട്ടിപ്പിന് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 43 ലക്ഷം രൂപ കൈമാറ്റം ചെയ്യുകയുമായിരുന്നു. ആലപ്പുഴ മാന്നാർ പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ പ്രതിക്ക് 9 വർഷം തടവും 60,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ചെന്നിത്തല സ്വദേശി ഡൊമിനിക് ജോർജിനാണ് ചെങ്ങന്നൂർ അതിവേഗ കോടതി ശിക്ഷ വിധിച്ചത്. 16 വയസ്സുള്ള അതിജീവിതയോട് ലൈംഗിക അതിക്രമം നടത്തിയ കേസിലാണ് വിധി.
തൃശൂർ കാട്ടൂരിൽ കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പ ചുമത്തി നാടുകടത്തി. പൊഞ്ഞനം സ്വദേശി ശ്രീവത്സനയാണ് 6 മാസത്തേക്ക് കാപ്പ ചുമത്തി നാടുകടത്തിയത്. ഇയാൾ വിവിധ സ്റ്റേഷനുകളിലായി 33ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ IPSന്റെ മേൽനോട്ടത്തിൽ ഗുണ്ടകൾക്കെതിരെ സ്വീകരിക്കുന്ന കർശന നടപടികളുടെ ഭാഗമായാണ് കാപ്പ ചുമത്തി വരുന്നത്. മലപ്പുറം തിരുവാലിയിൽ നായാട്ട് കേസിൽ കാപ്പ പ്രതി അറസ്റ്റിൽ. തിരുവാലി സ്വദേശി ബിനോയിയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പിടിയിലായത്. ഇയാൾക്കെതിരെ വനം വകുപ്പ് കേസെടുത്തു. ബിനോയിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കടയ്ക്കു മുന്നിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷ്ടിച്ചുപോയി. 3 അംഗ സംഘം കവർന്നത് നെയ്യാറ്റിൻകര അക്ഷയ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഗാലക്സി ഷോപ്പിന്റെ ഉടമ സുനിലിന്റെ ഹോണ്ട ആക്റ്റീവയാണ്. ബൈക്ക് അടുത്തെത്തിയ മോഷ്ടാക്കളിൽ ഒരാൾ സ്കൂട്ടറിന്റെ ലോക്ക് തകർത്ത ശേഷം വാഹനവുമായി കടന്നു കളയുകയായിരുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. തൃശൂർ വടക്കാഞ്ചേരി മേഖലയിൽ നിന്നും ബൈക്ക് മോഷണം പോയി. കുമ്പളങ്ങാട് സ്വദേശി ശരത്തിന്റെ ബൈക്കാണ് മോഷണം പോയത്. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്കിൽ നിന്ന് താക്കോൽ എടുത്തിരുന്നില്ല. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ബൈക്ക് നഷ്ടപ്പെട്ടത്. തൃശൂർ വെങ്കിടങ്ങിൽ സ്ത്രീയെ മൺവെട്ടി കൊണ്ടടിച്ചു പരിക്കേൽപ്പിച്ച പ്രതിക്ക് 2 വർഷം നല്ല നടപ്പ് ശിക്ഷ വിധിച്ചു. കണ്ണംകുളങ്ങര സ്വദേശി ഹസനെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ഇടുക്കി മൂന്നാർ ടൗണിൽ നടു റോഡിൽ ഇരുചക്ര വാഹനത്തിൽ യുവാക്കളുടെ അഭ്യാസ പ്രകടനം. വാഹനം റോഡിൽ വട്ടം കറക്കിയായിരുന്നു യുവാക്കളുടെ അഭ്യാസം. യുവാക്കളിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മറ്റൊരാൾ രക്ഷപ്പെട്ടു. ഇരുചക്ര വാഹനവും പോലീസ് പിടിച്ചെടുത്തു. അട്ടപ്പാടി കാരറ സ്കൂളിൽ ഉച്ചഭക്ഷണത്തിനായി വിഷരഹിത ചീര ഉൽപ്പാദിപ്പിച്ച് വിദ്യാർത്ഥി. 3ാം ക്ലാസ്സുകാരനായ അഭിനന്ദിന്റെ തോട്ടത്തിൽ നിന്നാണ് സ്കൂളിൽ ഉച്ചഭക്ഷണത്തിനായി വിഷരഹിത ചീരയില ലഭിക്കുന്നത്. കണ്ണൂരിൽ കൗതുകമായി വാട്ടർ ATM. 1 രൂപ നാണയമിട്ടാൽ ഫിൽറ്റർ ഉപയോഗിച്ച് ശുദ്ധീകരിച്ച 1 ലിറ്റർ കുടിവെള്ളം ലഭിക്കും. പാട്യം പഞ്ചായത്തിലെ കൊട്ടിയോടി ടൗണിലെ ഈ നൂതന സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. തണ്ണിമത്തനിൽ 100 മേനി വിളവ് തേടി മുന്നേറുകയാണ് തൃശൂർ അന്തിക്കാട്ടെ VK മോഹനൻ കാർഷിക സംസ്കൃതി സംഘടന. സംസ്കൃതിയുടെ തണ്ണിമത്തൻ വിളവെടുപ്പുത്സവം മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അന്തിക്കാട് പഞ്ചായത്തിൽ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പുത്സവം നടന്നു. ശ്രീരാമൻ ചിറപ്പാട് ശേഖരത്തിൽ നടന്ന വിളവെടുപ്പ് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം നിർവഹിച്ചു. തണ്ണിമത്തന്റെ ആദ്യ വിൽപ്പന ഫുട്ബോൾ താരം IM വിജയനും സിനിമാ സംവിധായകൻ സത്യൻ അന്തിക്കാടിനും നടത്തി. കോഴിക്കോട് കോവൂരിലെ കടയിൽ സംഘർഷം. ഇന്നലെ രാത്രിയാണ് നാട്ടുകാരിൽ ചില ആളുകൾ കടയിൽ കയറി മർദ്ദിച്ചത്. നാട്ടുകാർ കടയിൽ കയറി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിക്കുമെന്ന് വ്യാപാരികൾ അറിയിച്ചു. മലപ്പുറം ജില്ലയിൽ മോക്ക് ഡ്രിൽ മിന്നൽ പരിശോധനയുമായി പോലീസ്. ജില്ലയിലെ പ്രധാന റോഡുകളിലെ വാഹനങ്ങൾ നിയന്ത്രിച്ചാണ് പോലീസ് കർശന പരിശോധന നടത്തിയത്. കള്ളക്കടത്ത് സാധനങ്ങൾ പിടികൂടുക, മയക്കുമരുന്നുമായി എത്തുന്നവരെ പിടികൂടുക എന്നീ അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ പോലീസിന്റെ കാര്യക്ഷമതയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മോക്ക് ഡ്രിൽ മാതൃകയിൽ ഇത്തരം പരിശോധനകൾ നടത്തുന്നത്. എറണാകുളം ആലുവ റെയിൽവേക്ക് മുകളിലൂടെയുള്ള മേൽപ്പാലം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചുപൂട്ടിയിട്ട മാസങ്ങൾ. KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള റെയിൽവേ പാലം അടച്ചുപൂട്ടിയതോടെ നഗരത്തിലെത്തുന്ന യാത്രക്കാർ വലയുകയാണ്. ഇടുക്കിയിൽ സംസ്ഥാന പാതയുടെ സംരക്ഷണ ഭിത്തി വീടിന്റെ മുകളിലേക്ക് ചായ്ച്ചു കെട്ടിയതായി പരാതി. കരുണാപുരം സ്വദേശിയായ വിമുക്ത ഭടൻ MM ഇസ്മയിലാണ് പരാതിയുമായി രംഗത്തെത്തിയത്. വൈദഗ്ധ്യമില്ലാത്ത ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിച്ചതാണ് അപാകതയ്ക്ക് കാരണമെന്നാണ് പരാതി. വേനൽ കടുത്തതോടെ നിരാശയിലായി തൃശൂർ തിരുവില്ലാമലയിലെ കേര കർഷകർ. ചൂട് കൂടിയതോടെ തെങ്ങുകളിലെ വിളവ് കുറഞ്ഞു. ഇതോടെ കേര കൃഷി മാത്രം ചെയ്യുന്ന കർഷകർ പ്രതിസന്ധിയിലായി. വേനൽ കടുത്തതോടെ ഇടുക്കി ജില്ലയിലെ ക്ഷീര കർഷകരും പ്രതിസന്ധിയിൽ. പാൽ ഉൽപാദനത്തിൽ ഇടിവ് വന്നതിനൊപ്പം കാലിത്തീറ്റ, വൈക്കോൽ എന്നിവയുടെ വില വർധനവും പച്ചപ്പുല്ല് കിട്ടാനില്ലാത്തതുമാണ് കർഷകരെ കുഴയ്ക്കുന്നത്. ആവശ്യമായ അളവിൽ കുടിവെള്ളം ലഭിക്കാത്തതും കാലികളെ ബാധിക്കുന്നുണ്ട്.
തൃശൂർ കണ്ടശ്ശാം കടവങ്ങാടിയിലെ മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നതിൽ കോഴിക്കടകൾ അടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ മണലൂർ പഞ്ചായത്ത് നോട്ടീസ് നൽകി. മണലൂർ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യമുക്ത നവകേരളം സീറോ വേസ്റ്റ് ക്യാമ്പയിന്റെ ഭാഗമായി മെഗാ ശുചീകരണ യജ്ഞത്തിനെത്തിയ ജനപ്രതിനിധികൾ അടക്കമുള്ളവരാണ് മാലിന്യ കനാൽ കണ്ടെത്തിയത്. പരിശോധനയിൽ കോഴിക്കടയുടെ പുറകുവശത്തെ ചുമർ തുരന്നാണ് മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നതെന്ന് കണ്ടെത്തി. കാസർഗോഡ് ചന്തേര റെയിൽവേ സ്റ്റേഷനോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. ട്രെയിനുകളുടെ സ്റ്റോപ്പ് നിർത്തലാക്കിയ വിഷയങ്ങളടക്കം ഉന്നയിച്ചായിരുന്നു റെയിൽവേ യൂസേഴ്സ് ഫോറത്തിന്റെ പ്രതിഷേധം. വിളവെടുപ്പ് സീസണിൽ തൊഴിലാളി ക്ഷാമത്താൽ നട്ടം തിരിഞ്ഞ് ഇടുക്കി ഹൈറേഞ്ചിലെ കർഷകർ. ഏലത്തോട്ടങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്നും തൊഴിലാളികൾ എത്തുന്നതിനാൽ പ്രതിസന്ധി രൂക്ഷമല്ലെങ്കിലും കുരുമുളക്, കാപ്പി വിളവെടുപ്പെടുക്കുവാൻ ആളെ കിട്ടാത്ത അവസ്ഥയാണ്. ആലപ്പുഴ ചെങ്ങന്നൂരിൽ പവർലൂം വർക്കേഴ്സ് ഇൻഡസ്ട്രിയിൽ വർക്ക് ഷോപ്പ് കെട്ടിടം കാടുകയറി നശിക്കുന്നതായി പരാതി. നിരവധി തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനം നഷ്ടത്തെ തുടർന്ന് പൂട്ടുകയായിരുന്നു. ഈ സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് പുതിയ സംരംഭങ്ങൾ തുടങ്ങണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൊല്ലം മയ്യനാട് സി കേശവൻ മെമ്മോറിയൽ കുടുംബാരോഗ്യ കേന്ദ്രം തകർച്ചയുടെ വക്കിൽ. ആശുപത്രി കെട്ടിടത്തിലേക്ക് കാട്ടുചെടികളുടെ വള്ളികൾ പടർന്ന് കെട്ടിടം നാശത്തിന്റെ വക്കിലാണ്. തകർന്ന കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് നാട്ടുകാർ. കേരളത്തെയും തമിഴ്നാടിനെയും അതിവേഗം ബന്ധിപ്പിക്കുന്ന നെടുങ്കണ്ടം തേവാരം റോഡിന് വേണ്ടി കൈകോർത്ത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങൾ. തമിഴ്നാടിന്റെ ഭാഗമായ 3.5 കിലോമീറ്ററോളം റോഡ് ഗതാഗത യോഗ്യമാക്കിയാൽ പാത പുനരുജ്ജീവിപ്പിക്കാനാകും. വ്യത്യസ്തമായ രീതിയിൽ കോൺവെക്കേഷൻ നടത്തി എറണാകുളം കാക്കനാട്ടിലെ വ്യാസ വിദ്യാലയം. UKG വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷനാണ്. മറ്റ് സ്കൂളുകളിൽ നിന്നും വ്യത്യസ്തമായ വസ്ത്രങ്ങളിൽ വിദ്യാർത്ഥികൾ എത്തിയത്. ആൺകുട്ടികൾ മുണ്ടും ജുബ്ബയും കസവിന്റെ ഷാൾ അണിഞ്ഞും പെൺകുട്ടികൾ പട്ടുപാവാടയും ബ്ലൗസും ഷാളും അണിഞ്ഞാണ് എത്തിയത്. പരിപാടിയിൽ ഗ്രേസി ആന്റണി മുഖ്യാതിഥിയായി. യുവജനങ്ങൾക്ക് നാട്ടിൽ തന്നെ ജോലി ചെയ്തു ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. സംരംഭകർക്ക് അനുകൂലമായ അന്തരീക്ഷം ഒരുക്കുന്നതിൽ കേരളം രാജ്യത്ത് ഒന്നാമതാണ്. പട്ടാമ്പിയിൽ നടന്ന ജില്ലാതല നിക്ഷേപക സംഗമവും സാങ്കേതിക ശില്പശാലയും ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വികസന പ്രവർത്തനങ്ങളിൽ വൈവിധ്യം വെച്ചു പുലർത്തുന്ന പാർട്ടിയാണ് CPM എന്ന് BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം പറഞ്ഞുകൊണ്ട് തട്ടിപ്പാണ് CPIമാർ നടത്തുന്നതെന്നും വികസന വിരോധികളാണ് CPMകാരെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തൃശൂർ വടക്കാഞ്ചേരിയിൽ മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, അംഗനവാടി ജീവനക്കാരുടെ വേതന വർധന ഉൾപ്പെടെയുള്ളവ അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. യോഗം DCC ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം പൊന്നാനിയിൽ TMC പാർട്ട്നേഴ്സ് മീറ്റും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. TMC ഹാളിൽ നടന്ന പാർട്ട്നേഴ്സ് മീറ്റിൽ TMC ഡയറക്ടർ പ്രവീൺ കുമാർ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ MD രാജ്മോഹൻ മാമ്പ്ര അധ്യക്ഷനായി. തുടർന്ന് ഇഫ്താർ സംഗമം നടന്നു. കേബിൾ TV ഓപ്പറേറ്റർമാരും NCV ചാനൽ ജീവനക്കാരും പങ്കെടുത്തു. തൃശൂർ പാവറട്ടിയിൽ പ്രസ് ഫോറം പാവറട്ടിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് MM റെജീന ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് TT മുനീഷിന്റെ അധ്യക്ഷത. മലപ്പുറം എടക്കഴിയൂരിൽ പ്രവാസികളുടെ കൂട്ടായ്മ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ദുബായ് അൽ ഗുസൈസിൽ നടന്ന സംഗമത്തിൽ എനോറ കൂട്ടായ്മ മെമ്പർഷിപ്പ് പ്രിവിലേജ് കാർഡ് വിതരണോദ്ഘാടനം പ്രസിഡന്റ് ഷാജി MLE നിർവഹിച്ചു. മലപ്പുറം വണ്ടൂരിൽ നോമ്പുതുറയുടെ ഭാഗമായി കപ്പത്തുറവി നടന്നു. കപ്പയും പൂത്തിറച്ചിയും ചേർത്തുള്ള വിഭവമാണ് നോമ്പുതുറയുടെ പ്രത്യേകത. 3000-ലധികം ആളുകളാണ് വിരുന്നിൽ പങ്കെടുത്തത്. ഇടുക്കി 3rd ക്യാമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ പഞ്ചായത്തിന്റെ സമാനമായി ഗാലറി ഒരുങ്ങുന്നു. 15 ലക്ഷം രൂപ ചിലവിലാണ് ഗാലറി നിർമ്മിക്കുന്നത്. ഇതിനോടൊപ്പം പകൽ രാത്രി മത്സരങ്ങൾ നടത്തുന്നതിനായി വിളിച്ച സംവിധാനവും ഏർപ്പെടുത്തും.
കൊട്ടിയം ശ്രീ നാരായണ പോളിടെക്നിക് കോളേജിൽ പുതുതായി പണി കഴിപ്പിക്കുന്ന കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ നടന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറിയും കോളേജ് ഗവേണിംഗ് ബോഡി ചെയർമാനുമായ വെള്ളാപ്പള്ളി നടേശൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പാവറട്ടിയിൽ എഴുത്തുകാരൻ MTയുടെ സ്മരണയ്ക്കായി ക്യാൻവാസിൽ വരച്ച MT വാസുദേവൻ നായരുടെ ചിത്രങ്ങൾ വിദ്യാലയങ്ങളിലേക്ക് സൗജന്യമായി നൽകി. ദേവസൂര്യ കലാവേദി ആൻഡ് പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തിയത്. ആലപ്പുഴ ചെങ്ങന്നൂരിൽ ലില്ലി ലയൺസ് സ്പെഷ്യൽ സ്കൂളിന്റെ വാർഷിക ദിനാഘോഷം സംഘടിപ്പിച്ചു. ജീവകാരുണ്യ പ്രവർത്തകരും പത്തനാപുരം ഗാന്ധി ഭവൻ സ്ഥാപകരുമായ ഡോക്ടർ പുനലൂർ സോമരാജനെ ലയൺസ് ലില്ലി സ്നേഹമുദ്ര പുരസ്കാരം നൽകി ചടങ്ങിൽ ആദരിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ R. വെങ്കിടാചലം ഉദ്ഘാടനം ചെയ്തു. രാംചരൺ നായകനായി എത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്ത്. പെഡി എന്ന പേരിട്ട് നൽകിയിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്ന ഉച്ചീസ ബാബു സനയാണ്. ചിത്രത്തിന്റെ പ്രീ ലുക്ക് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിരുന്നു. രാംചരണിന്റെ ജന്മദിനം പ്രമാണിച്ചാണ് ചിത്രത്തിന്റെ പോസ്റ്റർ റിലീസ് ചെയ്തിരിക്കുന്നത്. ജാൻവി കപൂറാണ് ചിത്രത്തിലെ നായിക. ഹിന്ദി ചിത്രം സന്തോഷിന്റെ ഇന്ത്യയിലെ പ്രദർശനത്തിന് വിലക്ക്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ആണ് പ്രദർശനത്തിന് അനുമതി നിഷേധിച്ചത്. ഇന്ത്യയിൽ പ്രദർശനാനുമതി നിഷേധിച്ച CBFCയുടെ നടപടി നിരാശാജനകവും ഹൃദയഭേദകവുമാണെന്ന് ചിത്രത്തിന്റെ സംവിധായിക സന്ധ്യ സൂരി പ്രതികരിച്ചു. നെറ്റ്ഫ്ലിക്സിൽ തരംഗമായി അഡോളസെൻസ് വെബ് സീരീസ്. 4 ഭാഗങ്ങളായുള്ള ഈ സീരീസിന്റെ നെറ്റ്ഫ്ലിക്സ് ടോപ്പ് ഷോയിൽ ഒന്നാമതാണ്. ഒരു കൗമാരക്കാരൻ ഉൾപ്പെടുന്ന കൊലപാതകത്തെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം പ്രമേയമാക്കിയ സൈക്കോളജിക്കൽ ത്രില്ലറാണ് അഡോളസെൻസ്. ഫിലിപ്പ് ബാരന്റിനാണ് സംവിധായകൻ. മലപ്പുറം ജില്ലയിൽ മോക്ക് ഡ്രിൽ മിന്നൽ പരിശോധനയുമായി പോലീസ്. ജില്ലയിലെ പ്രധാന റോഡുകളിലെ വാഹനങ്ങൾ നിയന്ത്രിച്ചാണ് പോലീസ് കർശന പരിശോധന നടത്തിയത്. കള്ളക്കടത്ത് സാധനങ്ങൾ പിടികൂടുക, മയക്കുമരുന്നുമായി എത്തുന്നവരെ പിടികൂടുക എന്നീ അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ പോലീസിന്റെ കാര്യക്ഷമതയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മോക്ക് ഡ്രിൽ മാതൃകയിൽ ഇത്തരം പരിശോധനകൾ നടത്തുന്നത്. തണ്ണിമത്തനിൽ 100 മേനി വിളവ് നേടി മുന്നേറുകയാണ് തൃശൂർ അന്തിക്കാട്ടെ VK മോഹനൻ കാർഷിക സംസ്കൃതി സംഘടന. സംസ്കൃതിയുടെ തണ്ണിമത്തൻ വിളവെടുപ്പ് ഉത്സവം മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. രാത്രി 7:30 ചെന്നൈയിലാണ് മത്സരം. തുടർച്ചയായ 2ാം ജയം ലക്ഷ്യമിട്ടാണ് ഇരു ടീമും ഇറങ്ങുന്നത്. തൃശൂർ ചാലക്കുടിയിൽ കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേർ അറസ്റ്റ്. ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ തിരച്ചിലിലാണ് വെട്ടുകടവ് സ്വദേശി ബഷീർ, പനമ്പിളി സ്വദേശി ജോയൽ എന്നിവർ ചാലക്കുടി പോലീസിന്റെ പിടിയിലായത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കടയ്ക്ക് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷ്ടിച്ചു കൊണ്ടുപോയി മൂന്നാം സംഘം കവർന്നത് നെയ്യാറ്റിൻകര അക്ഷയ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഗാലക്സി ഷോപ്പിന്റെ ഉടമ സുനിലിന്റെ ഹോണ്ട ആക്റ്റീവയാണ്. ബൈക്കിനടുത്തെത്തിയ മോഷ്ടാക്കളിൽ ഒരാൾ സ്കൂട്ടറിന്റെ ലോക്ക് തകർത്ത ശേഷം വാഹനമായി കടന്നു കളയുകയായിരുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ജഡ്ജിമാരുടെ നിയമനത്തിൽ രാഷ്ട്രീയക്കാരുടെ അധികാരം വിപുലീകരിക്കുന്ന നിയമം പാസാക്കി ഇസ്രയേൽ പാർലമെന്റ്. വർഷങ്ങളായി നടന്ന പ്രതിഷേധത്തെ വെല്ലുവിളിച്ചാണ് നിയമം പാസാക്കിയത്. പാർലമെന്റ് പാസാക്കിയ നിയമത്തിനെതിരെ പ്രതിഷേധമുയർന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ചാണ് പുടിൻ ഇന്ത്യയിലെത്തുന്നത്. പുടിന്റെ ഇന്ത്യ സന്ദർശനത്തെപ്പറ്റി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലവ്റോവ് ആണ് അറിയിച്ചത്. എന്നാൽ എന്നാണ് ഇന്ത്യ സന്ദർശനം എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. ഇടുക്കി മൂന്നാർ ടൗണിൽ നടുറോഡിൽ ഇരുചക്ര വാഹനത്തിൽ യുവാക്കളുടെ അഭ്യാസ പ്രകടനം. വാഹനം റോഡിൽ വട്ടം കറക്കിയായിരുന്നു യുവാക്കളുടെ അഭ്യാസം. യുവാക്കളിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മറ്റൊരാൾ രക്ഷപ്പെട്ടു. ഇരുചക്ര വാഹനവും പോലീസ് പിടിച്ചെടുത്തു. അതിവേഗ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.